ഞാനിവിടെ കണ്ടടാ. കൂടണം, എന്തായാലും കൂടണം. പക്ഷെ ഇപ്പൊ ടൈമില്ല, ഞാനേ ചെറിയൊരു തിരക്കുണ്ട്. പോയിട്ട് വരാം. ശരി, കാണാം. വീട്ടുകാർക്ക് ഉപകാരമില്ല, നാട്ടുകാർക്ക് ഉപകാരം. അല്ലല്ലോ എന്നെ കല്യാണം കഴിക്കേണ്ടിയിരുന്നില്ല. അപ്പോഴേ പറഞ്ഞത് അന്യ മനസ്സിനെ കല്യാണം കഴിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എനിക്ക് എന്തെങ്കിലും പണിക്ക് പോയിക്കൂടാ മുജീബേ? ഏട്ടാ എലിവിഷം ഉണ്ടോ? ഇപ്പൊ നാട്ടില് മൊത്തം എലിശല്യാണല്ലോ. സിസ്റ്റർ, ഇവരെ കൂടെയുള്ള ഒരു പുറത്തന്നെ ഉണ്ടോ? നമുക്ക് സംസാരിക്കാം. മുജീബിന്റെ വൈഫ് ആള് എലിവേഷൻ കഴിച്ചെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ചില ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒരു 2-3 ദിവസമൊക്കെ നമുക്ക് നോക്കേണ്ടി വരും. ഇപ്പൊ ആൾക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ചില എലിവേഷങ്ങൾ 2-3 ദിവസം എടുക്കും എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി. അയാളെ വിഷമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല ഡോക്ടറെ. ഇതൊക്കെ എത്ര പറഞ്ഞു പേടിപ്പിച്ചിക്കണോ? ഞങ്ങൾ ഇതൊന്നും കാര്യമാക്കാറില്ല. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. എന്ത് പറ്റി? ഞാൻ ഒന്ന് ചാകാൻ നോക്കിയതാ. അനക്കെന്ത് പറ്റി? ഞാനൊരു ബിരിയാണി തിന്നാൻ പോയതാണ്. ഒന്ന് ആക്സിഡന്റ് ആയി, എന്റെ തലയും പോയി, ഞെട്ടി. സാറെ മതി, 2 ദിവസമായി. അയാൾക്കൊരു കുഴപ്പമില്ല. ഞങ്ങൾ ഡിസ്ചാർജ് ആണ്, ഞങ്ങൾ പോവാ. സർ, ഇപ്പൊ പോയ പേഷ്യന്റ് ഇല്ലേ, ഒരു പറയണേലും ശരിക്കും കാര്യമില്ല. ഇവിടെ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് ഈ എലിവേഷൻ എന്ന് പറയുന്നത്. പല ടൈപ്പ് ഉണ്ട്. ഇവരേതാ കഴിച്ചതെന്ന് നമുക്ക് അറിയില്ല. ചിലപ്പോൾ 1, 2, 3, 4, ചിലപ്പോൾ 4 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ കാണുക. അപ്പൊ നമുക്ക് ഒബ്സർവ് ചെയ്യാതെ വഴിയില്ല. സാറേ, നമ്മള് കഴിഞ്ഞ ദിവസം നമ്മൾ ICUയിൽ വന്ന പേഷ്യന്റ് അവർ എലിവേഷൻ കഴിച്ചിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടൊന്നും കേട്ടില്ല, വീട്ടിൽ പോയി അവിടുന്ന് മരിച്ചു. അപ്പൊ നമ്മൾ ഒരാൾക്ക് ഈ ആത്മഹത്യ പ്രവണത ഉണ്ടോ എന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കുക? ഒരാൾക്ക് ആത്മഹത്യ പ്രവണത ഉണ്ടോന്ന് അറിയാൻ നമ്മൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അയാളുടെ സംസാരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അയാളുടെ ചില പ്രവൃത്തികൾ അല്ലെങ്കിൽ അയാളുടെ ചിന്തകൾ. സംസാരത്തിൽ നോക്കുക എന്ന് പറഞ്ഞാൽ ചില വാക്കുകൾ, ഇപ്പോൾ എനിക്ക് മരിക്കണം, അല്ലെങ്കിൽ മരിക്കാൻ എന്താ വഴി, അല്ലെങ്കിൽ ഞാൻ വളരെ തെറ്റ് ചെയ്ത ഒരാളാണ്, പാപം ചെയ്ത ഒരാളാണ്, അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ അവർ സംസാരത്തിനിടയ്ക്ക് പറയും. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് അവരുടെ പ്രവൃത്തികളിലുള്ള അസ്വാഭാവികതയാണ്. ആത്മഹത്യ എങ്ങനെ ചെയ്യണം എന്നതിനെപ്പറ്റി പ്ലാൻ ചെയ്യുക, അതിനെപ്പറ്റി സെർച്ച് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ വിലയേറിയ സാധനങ്ങളൊക്കെ വേറുള്ളവരൊക്കെ ദാനം ചെയ്യുകയോ വേറുള്ളവരെ ഏൽപ്പിക്കുകയോ ചെയ്യുക, വിൽപത്രങ്ങൾ റെഡിയാക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒരു സൂചനയാണ്. മൂന്നാമത് നമ്മൾ പറഞ്ഞത് ഇവരുടെ ചിന്തകളെ കുറിച്ചാണ്. അപ്പൊ ചിന്തകളെ കുറിച്ച് അറിയണമെങ്കിൽ അവരോട് നമ്മൾ നേരിട്ട് സംസാരിക്കണം. അപ്പൊ സംസാരത്തിൽ ഒരു ഹെൽപ്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ് ആൻഡ് വർത്ത്ലെസ്നെസ്, ഇങ്ങനെയുള്ള ഫീലിങ്ങുകൾ നമുക്ക് നേരിട്ടവരോട് സംസാരിക്കുമ്പോൾ കിട്ടും. ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല, എനിക്ക് ആരുമില്ല, ഒറ്റപ്പെടല്ല, ഞാൻ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്, അങ്ങനെയുള്ള ഒരു ചിന്തകൾ അവർ നമ്മോട് ഷെയർ ചെയ്യും.